നമ്മളെപ്പോഴും രാഷ്ട്രീയത്തിൽ തലമുറ മാറ്റത്തെക്കുറിച്ച് പറയാറുണ്ട്. അത് അനിവാര്യവുമാണ്. തലമുറ മാറ്റം ഉണ്ടാവുക തന്നെ വേണം. പക്ഷേ ആ തലമുറ മാറ്റമൊക്കെ ആവശ്യപ്പെടുമ്പോഴും ആ തലമുറയ്ക്ക് മുകളിൽ തലയായി ശരിക്കും മാറാൻ കഴിയുന്ന ചില ആളുകളും അവരുടെ ചില പക്വമായ സമഗ്രമായ പ്രതികരണങ്ങളുമുണ്ട്. ആവേശത്തിമിർപ്പിൽ ആറാടി ഒരു നക്ഷത്രം പോലെ ഇങ്ങനെ വന്ന് മിന്നിമറഞ്ഞു പോകേണ്ടി വരുന്ന ചില ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ കൺസിസ്റ്റൻ്റായി അങ്ങനെ തന്നെ നിലപാടുകളുടെ പക്വതയും സമഗ്രതയും നിലനിർത്തിക്കൊണ്ട് രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അംഗീകരിക്കുന്ന ഒരു മനുഷ്യനാണ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന കുഞ്ഞാപ്പ. ഞാനിത് എന്നും പറയാറുള്ളതാണ്. ഇപ്പോൾ വീണ്ടും അത് ആവർത്തിക്കേണ്ടി വരുന്നത് മറ്റൊന്നും കൊണ്ടല്ല. കഴിഞ്ഞ ദിവസം മനോരമയിലെ കോൺക്ലേവ് മറ്റേതോ ഒരു പരിപാടിയിൽ ഷാനി പ്രഭാകരൻ എന്ന മാധ്യമപ്രവർത്തക വളരെ ക്രിട്ടിക്കലായി ചില ചോദ്യങ്ങൾ ചോദിച്ച് ചില ഉത്തരങ്ങൾ പുറത്തേക്കെടുക്കാൻ പാകമാകവണ്ണം ചോദ്യങ്ങൾ ഇട്ടുകൊടുത്തപ്പോൾ അതിനോടുള്ള കുഞ്ഞാപ്പയുടെ ചില പ്രതികരണങ്ങളാണ് പറയണമെന്ന് വിചാരിച്ചത്. കേട്ടു നോക്കൂ. അടുത്ത തലമുറയ്ക്ക് ഇപ്പോഴത്തെ യുവാക്കളാണെങ്കിലും ഇൻഡെക്സുകൾ മാത്രമല്ല വിശ്വസിക്കുന്നത്. അവർക്ക് ജീവിതത്തിന്റെ എല്ലാ തരത്തിലുള്ള വികസനം, വളർച്ച ആവശ്യമാണ്. നല്ല റോഡ് വേണം, നല്ല ഫെസിലിറ്റീസ് വേണം, കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ വേണം. അങ്ങനെ ഒരു ബ്രോഡ് കാഴ്ചപ്പാട് അവർ ആവശ്യപ്പെടുന്നുണ്ട്. മാറി വന്ന സർക്കാർ ആ വെല്ലുവിളിയെ എങ്ങനെയാണ് കാണുന്നത്? എന്താണ് ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു കാര്യം? ഇല്ല, നമ്മള് ആദ്യമായിട്ട് നമുക്ക് എന്തോ കാര്യമായ ഒരു കുഴപ്പമുണ്ട് എന്നുള്ള ഒരു മനസ്ഥിതി നമ്മൾ വെച്ച് പുലർത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. രണ്ടാമത് എന്താ മറുപടി? ലോകത്തെല്ലായിടത്തും എല്ലാം ശുഭമാണ് എന്ന് കരുതുന്നതും ശരിയല്ല. ഗൾഫിൽ അവർക്കൊരു സമയം ഉണ്ടായിരുന്നു, ഇന്നൊരു സമയമുണ്ട്, നാളെ വേറെ സമയം ഉണ്ടാവാം. യൂറോപ്പിൽ വെച്ച് നോക്കൂ, അവിടെ ഇപ്പം എല്ലാം ശുഭമാണോ? അല്ലല്ലോ. US വേറെ എല്ലാത്തിനും അതിൻ്റെതായ ചില അപ്പ് ആൻഡ് ഡൗൺസും ബെറ്റർ ടൈമും മോശം സമയമൊക്കെ ഉണ്ടാവും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവേണ്ട ആവശ്യമില്ല. കാരണം കേരളീയര് ഓരോ സന്ദർഭത്തിലും ഓരോ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഒരവസരത്തിൽ ഇപ്പോൾ പോയ പതിറ്റാണ്ടുകളിൽ ലോകം മുഴുവൻ നിറഞ്ഞു നിന്ന് ആ ഉള്ള അവസരം എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിരുന്നു അവരുടെ തീരുമാനം. അത് മോശമൊന്നും അല്ലല്ലോ. പക്ഷേ ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ ഇന്നിപ്പോ റിവേഴ്സ് മൈഗ്രേഷൻ, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടാക്കണം എന്ന തിങ്കിങ് പുതിയ ജനറേഷന്, ജെൻസി കമ്മ്യൂണിറ്റിക്കും വന്നു, സമൂഹത്തിനും വന്നു. സ്വാഭാവികമായി നമ്മുടെ ഇസത്തിലും ഫിലോസഫിയിലും തിങ്കിങ്ങിലും ഒക്കെ വലിയ മാറ്റം വന്നു. ഈ സന്ദർഭത്തിലാണ് അതെ ആണ് ആവാൻ പോവാണ്. അതിനെ പറഞ്ഞു ഞങ്ങളും ജൻസിയാവാൻ പോവാണ്. അപ്പോ ആ സമയത്താണ് ഇപ്പോ ഈ പുതിയ ഗവൺമെന്റ് വന്നിരിക്കുന്നത്. അപ്പോ പഴയ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്യാൻ നോക്കിയപ്പോൾ, റിഫോം കൊണ്ടുവരാൻ നോക്കിയപ്പോൾ വലിയ എതിർപ്പായിരുന്നു, നശിപ്പിച്ചു കളഞ്ഞു. ഞാൻ 90കളിൽ ട്രൈ ചെയ്തതാണ് റിഫോം, അതിന്റെ എതിർപ്പ് നേരിട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെയും നോക്കി, എത്രയോ ഉദാഹരണമായിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളെ റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അന്നൊരു കമ്മീഷനെ വെച്ചു, ചൗധരി കമ്മീഷൻ എന്നും പറഞ്ഞിട്ട്. സത്യത്തില് ആ കമ്മീഷൻ ഓരോ പൊതുമേഖലാ സ്ഥാപനത്തിനും ഉള്ള സ്ട്രെങ്ത് വെച്ചിട്ട് അതിനെ റീവാമ്പ് ചെയ്യാനായിരുന്നു, റീസ്ട്രക്ചർ ചെയ്യാനായിരുന്നു പരിപാടി. പക്ഷെ അതിനെതിരായി വന്ന സമരം ഇപ്പോഴും ഇപ്പോൾ. അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജുകളും മെഡിക്കൽ കോളേജുകളും ഒക്കെ പ്രൊഫഷണൽ കോളേജ് എഡ്യൂക്കേഷൻ പിന്നെ ഓപ്പൺ അപ്പ് ചെയ്യാൻ നോക്കിയപ്പോൾ ഉണ്ടായ സമരം അറിയാലോ, വെടിവെപ്പ് എല്ലാം അറിയാലോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്തു. ഇന്ന് കാണുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റികളും ഇതൊക്കെ അതിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ വളരെ സ്ട്രഗിൾ ചെയ്ത് പ്രയാസപ്പെട്ട് ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് സൊസൈറ്റി മാറി, തിങ്കിങ് മാറി, അതുപോലെ തന്നെ വേൾഡ് അപ്പാടെ എല്ലാവരും കാണാൻ തുടങ്ങി. അപ്പോ ഇനി എല്ലാ പഴയ പരിപ്പും ഇവിടെ വീഴൂല, മനസ്സിലായില്ലേ? അതുകൊണ്ട് പുതിയ ഗവൺമെന്റ് ആരോടാണ് പറഞ്ഞത് എല്ലാ പരിപ്പും ഇവിടെ വേവില്ലാന്ന്? ഞാൻ പറയുന്നു, ഇനി എല്ലാ ഇസങ്ങളുടെ പരിപ്പും ഇവിടെ വീഴൂല. പ്രതിപക്ഷത്തോടാണ്? അല്ലല്ല, ഞാൻ പൊതുവിൽ പറഞ്ഞതാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പുതിയ
റിഫോം ജൻസി കമ്മ്യൂണിറ്റി ആഗ്രഹിക്കുന്ന എല്ലാ പരിപ്പും പോകില്ല എന്നിപ്പോൾ ഡൽഹിയിൽ കണ്ടില്ലേ, കുട്ടി സ്റ്റുഡൻസ് ഇറങ്ങിയപ്പോൾ മാറ്റം വന്നു. അതുപോലെ പുതിയ തലമുറ അവർക്ക് അവരുടേതായ പ്രയോറിറ്റി ഉണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളെ പുതിയ ഗവൺമെൻറ് കൊണ്ടുവരാൻ പോകുന്ന പരിഷ്കാരങ്ങൾ ഫലിക്കും എന്ന് തന്നെയാണ്. ഇപ്പോൾ സിംപ്ലിഫിക്കേഷനെ പറ്റി പറഞ്ഞു, അതിന് നിയമപരമായ പ്രാബല്യം കൊടുക്കാൻ ഞങ്ങൾ പോകുന്നുണ്ട്. നോക്കൂ, എത്ര ക്ലാസിക്കായിട്ടാണ് അവതരിപ്പിച്ചത്. എത്ര എന്താ പറയുന്നത്, എത്ര ജെൻസിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന മന്ത്രിയെന്ന് നോക്കി. എന്തെങ്കിലും പ്രകോപനപരമായുണ്ടോ? എന്തെങ്കിലും വ്യക്തിഹത്യയുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റ് ചെയ്യപ്പെടേണ്ട പരാമർശങ്ങളുണ്ടോ? ഒന്നുമില്ല. വളരെ ഷാർപ്പ്, വളരെ കൃത്യമാണ്. ഞാൻ പറഞ്ഞത് ഇത് കേട്ടപ്പോൾ ഈ പറയുന്ന ഓരോ കാലത്തിൻ്റെയും ലോകത്തിൻ്റെ സഞ്ചാരങ്ങളെക്കുറിച്ച്, കാലം മാറിയ ചിന്തകളെക്കുറിച്ച്, കാലത്തെ മാറ്റേണ്ട ചിന്തകളെക്കുറിച്ച്, കാലത്തോടൊപ്പം സഞ്ചരിക്കുന്ന ജൻസികളെക്കുറിച്ച് എല്ലാമെല്ലാം ഒന്നും നോക്കാതെ, ഒരു പോയിൻറ്റും വായിക്കാതെ, അനുഭവങ്ങളുടെ കരുത്തിൽ നിന്ന് മനോഹരമായി അടുക്കി വെച്ചത് പറഞ്ഞത് കേട്ടപ്പോൾ അത് ആവർത്തിച്ച് കേൾപ്പിക്കേണ്ടതാണെന്ന് തോന്നി. ഒരു തവണയല്ല, ഒരു 100 തവണ.